കവിളിണയിൽ കുങ്കുമമോ പരിഭവർണ്ണ പരാഗങ്ങളോ കവിളിണയിൽ വലയുമായി കുങ്കുമമോ പരിഭവർണ്ണ പരാഗങ്ങളോ പൈസ വെച്ച് ഫോണൊന്ന് ഓഫ് ചെയ്ത് വേട നീ. കവിളിണയിൽ കുങ്കുമമോ പരിഭവർണ്ണ പരാഗങ്ങളോ കവിളിണയിൽ. നന്ദു എങ്ങോട്ടാ? ലൈബ്രറി. ഈ പുസ്തകം കൂടി കൊടുത്തേക്ക്. ഇവനെന്താ ഇങ്ങനെ? ആർക്കറിയാം, എന്തേലും കാരണം കാണും. ഓരോരോ പാഴ് ജന്മങ്ങൾ. കുറച്ചുകൂടെ ഒഴിയടാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഓഹോ കൊണ്ടുവാ. കൊമ്പട് തനം തനം എൻ്റെ പ്രിയ സുഹൃത്തും മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകനുമായ
ശബരീനാഥിന് ഈ കഥാസമാഹാരം സമർപ്പിക്കുന്നു. എൻ്റെ കഥാസമാഹാരത്തിലെ ആദ്യ കഥ ഇതായിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ദുഃഖമാണിത്. മലയാളികൾ ഒരുപാട് അറിയാൻ ആഗ്രഹിച്ച കഥ ശബരീനാഥ്, എൻ്റെ ശബരി. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളിക്കും അഹങ്കാരത്തോടെ പറയാവുന്ന ഒരു അമൂല്യ പ്രതിഭ ശബരി, അവൻ്റെ ജീവിതം. അതിൻ്റെ ചുരുക്കെഴുത്താണ് ഈ കഥ. മലയാള സംഗീതത്തിന് ശബരീനാഥിനെ നഷ്ടമായ ഒരിടവേളയുടെയും അവൻ്റെ തിരിച്ചുവരവിൻ്റെയും. കോട്ടയം ജില്ലയിലെ കൊല്ലാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇനിയുള്ള തൻ്റെ ജീവിതം സംഗീതമാണെന്നും സംഗീതത്തിനു വേണ്ടിയുള്ളതാണെന്നും തിരിച്ചറിഞ്ഞ ശബരി ഉപരിപഠനത്തിനായി സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ചേർന്നു. അവിടെ വെച്ചാണ് ശബരിയും സഹപാഠിയായ ഞാനും കണ്ടുമുട്ടുന്നത്. കലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ ഒരുപോലെയാണെന്ന് തിരിച്ചറിഞ്ഞ ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി. ദാരിദ്ര്യം ഏതൊരു കലാകാരൻ്റെയും കൂടപ്പിറപ്പാണ് എന്ന് കേട്ടിട്ടുണ്ട്. ആ അവസ്ഥ ശബരിക്കുമുണ്ടായിരുന്നു. ഒരു പരിധിവരെ മറ്റുള്ളവരെ അറിയിക്കാൻ അവൻ തയ്യാറുമല്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഞാൻ അവൻ്റെ താമസം എൻ്റെ വീട്ടിലാക്കി. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദത്തിന് ആഴമേറെയായി. സംഗീതത്തിൻ്റെ മാസ്മര ലോകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളുടെ പൂർവ്വനാദോപാസകരുടെ പാത പിന്തുടർന്ന് സംഗീതം അഭ്യസിക്കാൻ പുതിയ കുറേ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നു. അക്കൂട്ടത്തിൽ ഒരു മുസ്ലിം യുവതിയും, സൈനബ. അവളുടെ നിഷ്കളങ്കമായ പെരുമാറ്റം മറ്റെല്ലാ കുട്ടികളിൽ നിന്നും അവളെ വ്യത്യസ്തയാക്കി. അതുകൊണ്ട് തന്നെ അവൾ എല്ലാ പേർക്കും പ്രിയങ്കരിയായി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി ശബരിയും സൈനബയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അവൻ അതെന്നോട് പറയുകയും ചെയ്തു. അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളോടുള്ള ഇഷ്ടത്തിന് മുൻപിൽ എനിക്ക് അനുകൂലിക്കേണ്ടി വന്നു. കളിയും ചിരിയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും അവരുടെ പ്രണയവും ഞങ്ങളുടെ സംഗീതവും വർഷങ്ങൾ കടന്നുപോയി. അക്കാദമിയിലെ ഞങ്ങളുടെ ശ്രുതിസ്വരങ്ങൾ അവസാനിക്കുകയായി. തമ്പുരുനാദങ്ങളും ശ്വസിച്ച സംഗീതവും നവാഗതർക്കായി വിട്ടുകൊടുത്തുകൊണ്ട് ഞാനും ശബരിയും കലാലയത്തിൻ്റെ പടിയിറങ്ങി. ആ കലാലയത്തോട് വിട പറയാൻ എന്നേക്കാളേറെ വിഷമിച്ചത് ശബരിയായിരുന്നു. കാരണം അവൻ്റെ ജീവശ്വാസം പാതി വഴിയിൽ തനിച്ചാക്കിയാണല്ലോ ഈ യാത്ര. യാത്രയുടെ അവസാനം അന്നത്തെ മലയാള സിനിമയുടെ ഈറ്റില്ലമായ മദിരാശി പട്ടണത്തിൽ ഞങ്ങളെത്തി. ആ മഹാനഗരത്തിൻ്റെ ഭാഗമായി തീർന്നു ഞാനും ശബരിയും. ഒരു വലിയ സംഗീത സംവിധായകനായി സധൈര്യം തിരികെ വന്ന് സൈനബയെ സ്വന്തമാക്കണമെന്ന അവൻ്റെ അതിയായ ആഗ്രഹം ഒരുപാട് നല്ല ചിത്രങ്ങൾക്ക് സംഗീതം പകരാൻ അവന് പ്രചോദനം നൽകി. നല്ല സംഗീതത്തെ സ്നേഹിക്കുന്ന കേരളീയർ അവൻ്റെ ഈണങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കഥകളും ചെറുകഥകളുമായി നടന്നിരുന്ന ഞാൻ ശബരിയുടെ സഹായത്തോടെ തിരക്കഥാരചനയിലേക്ക് കടന്നു. കുറേ ചിത്രങ്ങൾ, പണവും പ്രശസ്തിയും ഒരുപോലെ കടന്നു വന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് നടന്നു കയറുമ്പോൾ തൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ സൈനബയെ കൂടി ഒപ്പം കൂട്ടാൻ ശബരി നാട്ടിലേക്ക് വണ്ടി കയറി. നാട്ടിലെത്തിയപ്പോൾ തൻ്റെ ജീവിതാഭിലാഷങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വാർത്ത തന്നെ കാത്തിരിക്കുന്നുവെന്ന് ശബരി അറിഞ്ഞിരുന്നില്ല. സൈനബയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ആ വാർത്ത ശബരിയെ തളർത്തി. അവനിലെ സംഗീതം നിലച്ചു. ഒരു തടവറയിലെ